ഈ മേൽശാന്തി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കി, നല്ല കാര്യം വല്ലതാണോന്ന്. നിങ്ങളോട് ആരെങ്കിലും സുഹൃത്തുക്കളോ ജ്യോതിഷരോ എല്ലാം പറഞ്ഞിട്ടുണ്ടോ? മരിച്ചു പോയവരുടെ, നമ്മുടെ അപ്പനോ അമ്മയോ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ വസ്ത്രങ്ങളോ ചെരുപ്പുകളോ ഒന്നും വെക്കരുത്, അതൊക്കെ എടുത്ത് കളയണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ മേൽശാന്തി പറയുന്നത് കേട്ടു നോക്കി. ഇതൊക്കെ മാറ്റിയില്ലെങ്കിൽ പിതൃദുരിതം ഉണ്ടാകുമെന്ന്. അതുമാത്രമല്ല, അച്ഛൻ്റെ കഴുത്തേ കിടന്ന 2 പവന്റെ മാലയും അച്ഛൻ്റെ കയ്യിൽ കിടന്ന 1 പവന്റെ വളയും അച്ഛനുണ്ടാക്കിയ സമ്പാദ്യവും അച്ഛനുണ്ടാക്കിയ ഏക്കറക്കണക്കുള്ള വസ്തുക്കളും എന്ത് ചെയ്യണം? ഇതിനോടൊപ്പം നിമഞ്ജനം ചെയ്യണം. അപ്പൊ മനസ്സിലായി പിതൃദുരിതം ഇല്ല എന്ന്. കാരണം എന്താ? ഇപ്പൊ പിതൃദുരിതം ഉണ്ടോ? അച്ഛൻ്റെ കൈ കിടക്കുന്ന വാച്ചും കുറഞ്ഞതാണെങ്കിൽ പോട്ട്, കൂടിയതാണെങ്കിൽ അതിന് പിതൃദുരിതം ഇല്ല. അച്ഛൻ്റെ വില കൂടിയ വാച്ചിനും അച്ഛൻ്റെ കഴുത്തിലെ മാലയ്ക്കും അച്ഛൻ്റെ അമ്മയുടെ കാതിലെ കമ്മലിനും അമ്മയുണ്ടാക്കിയ വസ്തുവും അമ്മയുടെ സമ്പാദ്യത്തിനും ഒന്നിനും എന്തില്ല? പിതൃദുരിതം ഇല്ല. ഒന്നിനും കൊള്ളാത്ത ചെരുപ്പിനും ഇട്ട വസ്ത്രത്തിനും കൊടയ്ക്കും വടിക്കും മാത്രം പിതൃദുരിതം. എന്തൊരു കഷ്ടം! അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു ദുരിതവും ഇല്ല, ഒരു നഷ്ടവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, അത് പറയുന്ന ജ്യോത്സ്യനോടും ശാന്തിക്കാരോടും ചോദിക്കണം. എടോ, എൻ്റെ വീടിൻ്റെ ഭിത്തിയിലിരിക്കുന്നത് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പടമല്ലേ? അതായത് തൻ്റെ അപ്പൻ്റെയും അമ്മയുടെ അല്ലല്ലോ, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെ അല്ലേ? എൻ്റെ അപ്പനെയും അമ്മയും കാണാൻ തൻ്റെ വീട്ടിൽ വന്നാൽ മതിയോ? അത്രയും മറുപടി കൊടുത്താൽ മതി.